ന്യൂസ് 16 കേരള. ലബനനിൽ ആക്രമണവുമായി ഇസ്രായേൽ, യുദ്ധക്കപ്പൽ വിന്യസിച്ച് US, പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി. പേജർ, വോക്കി ടോക്കി സ്ഫോടന പരമ്പരകൾക്ക് പിന്നാലെ ലബനനിൽ ഇസ്രായേൽ വ്യോമാക്രമണം ശക്തമാക്കി. ഇതോടെ മധ്യപൂർവ്വദേശത്ത് യുദ്ധഭീതി രൂക്ഷമായി. ഇസ്രായേലിന്റെ വ്യോമാക്രമണം യുദ്ധപ്രഖ്യാപനമാണെന്ന് ഹിസ്ബുള്ളയുടെ സെക്രട്ടറി ജനറൽ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. മധ്യപൂർവ്വദേശത്ത് കാര്യങ്ങൾ കൂടുതൽ കലുഷിതമായ സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി വിലയിരുത്തിക്കൊണ്ട് USഉം രംഗത്തുണ്ട്. ലബനൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായതിന് പിന്നാലെ മധ്യപൂർവ്വദേശത്തെ സൈനികരുടെ എണ്ണം US 50,000-ആയി ഉയർത്തി. വ്യോമസേനയുടെ പോർവിമാനങ്ങളും 13 യുദ്ധക്കപ്പലും മേഖലയിൽ US വിന്യസിച്ചിട്ടുണ്ട്. യുദ്ധത്തിലേക്ക് നീങ്ങുന്നതിനെതിരെ US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എങ്കിലും യുദ്ധമുണ്ടാകുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിന് US സൈനിക പിന്തുണ നൽകാനാണ് സാധ്യതകളധികവും. കിഴക്കൻ മെഡിറ്ററേനിയൻ കടലിടുക്ക് മുതൽ ഒമാൻ കടലിടുക്ക് വരെയുള്ള മേഖലകളിലാണ് US നാവികസേനയുടെ പടക്കപ്പൽ വ്യൂഹം വ്യാപിച്ചു കിടക്കുന്നത്. ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.